ഹായ് ഹലോ. ഇന്നൊരു 4 മണി പലഹാരമായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഇതിനായി ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ട കെട്ടാതെ നല്ല സ്മൂത്തായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ബാറ്റർ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അടയുടെ പരുവത്തിലാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. ശർക്കരയിലോ പഞ്ചസാരയിലോ മസാലയിലോ നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം. പഞ്ചസാരയിലാണ് തയ്യാറാക്കുന്നത്. ചിരകിയെടുത്ത തേങ്ങയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കിസ്മിസും കാഷ്യൂനട്ടും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അല്പം മാവെടുത്ത് അതിൻ്റെ മധ്യഭാഗത്തായി ഈ ഫില്ലിങ്സ് നമുക്ക് നിറച്ച് കൊടുത്ത് അതിനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നല്ലവണ്ണം അമർത്തി കൊടുത്ത് വേണം ഇത് നമുക്ക് ബോൾസാക്കി ഉരുട്ടിയെടുക്കാൻ. നല്ലവണ്ണം അമർത്തി കവർ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ അതിൽ നിന്നും പൊട്ടി ഫില്ലിങ്സൊക്കെ പുറത്ത് വരും. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ആവി കയറ്റാൻ വെക്കാം. അതിനായി ഒരു ഇഡ്ഡലി ചെമ്പിൽ വാഴയില വെച്ച് അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച കൊഴുക്കട്ടകൾ ഓരോന്നായി നിരത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തും നമുക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പാത്രം നല്ലവണ്ണം കവർ ചെയ്ത് ആവി കയറ്റാം. അടിപൊളി കൊഴുക്കട്ട റെഡിയായി. ഇനി അടുത്ത് തന്നെ ഒരു കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പിയുമായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.